പ്രിയപ്പെട്ടവരെ, സച്ചിദാനന്ദം മാഷും സാറ് ടീച്ചറും കാരശ്ശേരി മാഷുമെല്ലാം നമ്മുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഉജ്ജ്വല നക്ഷത്രങ്ങളാണ്. അവരെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇനി വേണ്ട എന്ന മട്ടിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും ഭരിച്ചാൽ, ഇടതുപക്ഷം വീണ്ടും ഭരിച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാകെ തകർന്നു തരിപ്പണമാവും, അതിൻ്റെ ആത്മസത്ത ചോർന്നു പോകും എന്നൊക്കെ ആശങ്കപ്പെടുന്ന വിധത്തിൽ പ്രസ്താവനകൾ ഇറക്കി എന്തിനാണ് നിങ്ങൾ ആരെ സന്തോഷിപ്പിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, കേരളം ഒരു പ്രതീകമാണ്. കേരളം ഇന്ത്യയിൽ അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തുരുത്താണ്. എന്തിനാണ് ഇങ്ങനെ ഒരു തുരുത്ത് അവശേഷിക്കുന്നത്? അതൊരു പോരാട്ടത്തിൻ്റെ പ്രതീകം കൂടിയാണ്. നമ്മുടെ മതനിരപേക്ഷതയുടെയും വർഗീയതയ്ക്കെതിരെയുള്ള കടന്നുകയറ്റത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം എന്ന നിലയിലുമൊക്കെ കേരളം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളരെ പ്രസക്തമാണ്. കേരളത്തിൻ്റെ കഴിഞ്ഞ 10 വർഷം ഇടതുഭരണം കാഴ്ചവെച്ച വികസന മുന്നേറ്റങ്ങളൊക്കെ വിട്ടേക്ക്, പക്ഷേ ഈ കേരളം എന്ന ഈ പച്ചത്തുരുത്ത്, ഈ ചുവന്ന സിന്ദൂരം കൂടി മാഞ്ഞു പോയാൽ പിന്നെ അന്ധകാര നിബിഡമായ ഒരു വർഗീയ തേർവാഴ്ചയായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളത് അറിയാത്തവരല്ല നിങ്ങൾ. പക്ഷേ നിങ്ങൾക്കിടയ്ക്കിടെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാലാണ് ആ ബുദ്ധിജീവി പട്ടം നിലനിർത്താൻ പറ്റൂ. അത് ആരുടെയും കുറ്റമല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ ശീലിച്ചു വന്നവരാണ്. നിങ്ങൾ അതത് കാലങ്ങളിൽ എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾക്ക് തന്നെ മാറ്റേണ്ടി വന്നിട്ടില്ലേ? അതല്ലേ ചരിത്രം. അല്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ചേർന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചവരാണോ? ഏതെങ്കിലും ഒരു മുദ്രാവാക്യം CPMൻ്റെ ഒപ്പമോ CPIയുടെ ഒപ്പമോ നിങ്ങൾ നിന്ന് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു കപട മുഖം ആണ്. ഈ കപട മുഖം നിങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ അനാവരണം ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ഒരു ജന്മനിയോഗമാണ്. പറയുന്നതിലൊന്നും തോന്നരുത്. ഈ കേരളത്തിലെ മനുഷ്യർക്ക് എന്താണെന്നോ ആവശ്യം? അവർക്ക് വാർദ്ധക്യകാലത്ത് പെൻഷൻ വേണം. അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ റോക്കറ്റ് പോലെ കുതിച്ചു കയറുന്ന സന്ദർഭത്തിൽ ആ വില പിടിച്ച് നിർത്തുന്ന സപ്ലൈകോ പോലുള്ള സംവിധാനങ്ങൾ വേണം. ജനകീയമായ ആരോഗ്യ പരിപാലന രംഗത്തെ ഏറ്റവും ജനകീയമായ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ ആസ്പത്രി സംവിധാനങ്ങൾ വേണം. നല്ല റോഡുകൾ വേണം. അവരുടെ മക്കൾക്ക് പഠിക്കാൻ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. ഇതൊക്കെ ഉണ്ടായാൽ കേരളം ഹാപ്പിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്രയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പറ്റുന്നുണ്ടല്ലോ. ഇവിടെ നാളെ സോഷ്യലിസം വരും, ഇവിടെ ആകെ മലമറിക്കപ്പെടുമെന്നൊന്നും ഈ ഇടതുമുന്നണി ഗവൺമെൻറ്റോ അതിന് നേതൃത്വം കൊടുക്കുന്ന CPMോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ മാത്രം പ്രത്യയശാസ്ത്ര ബോധമില്ലാത്തവരല്ല അവർ. ഇത് ഒരു ഇടവേളയായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ പൊതുവെ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളത്. അത് നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് അമിത പ്രാധാന്യം കൊടുത്തു. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ പടുകുഴിയിലേക്ക് ഒരുപാട് വീണുപോയി, അതൊക്കെ സത്യമാണ്. പക്ഷേ ഈ കേരളം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരിക്കണം എന്ന ബാലപാഠം നിങ്ങൾ എഴുതി പഠിക്കേണ്ടിയിരിക്കുന്നു, പ്രിയപ്പെട്ട ബുദ്ധിജീവികളെ. അതുകൊണ്ട് നിങ്ങൾ നാവടക്കി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരിക്കൂ. ജനം വോട്ട് ചെയ്യട്ടെ. ജനം ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കാത്തിരുന്ന് കാണുക. അതുവരെ നമസ്കാരം, ലാൽ സലാം.